തിരികെ എത്താം. രാഹുൽ ഈശ്വർ, ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് പറയണം. പോലീസിന് നേരിട്ട് കേസ് എടുക്കാവുന്ന കുറ്റങ്ങളുണ്ടോ എന്നറിയണം. ഈ മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നറിയണം. ഈ മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാനുള്ള താല്പര്യമുണ്ടോ എന്നറിയണം. അതായത് ഇതൊക്കെ എഴുതി തള്ളേണ്ടതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ പല ചർച്ചകളിലും പറഞ്ഞതുപോലെ ഇതൊക്കെ അവിടെ വെച്ച് നിൽക്കുന്നു എന്നല്ല. കോടതി ചോദിക്കുന്നു, സംതിങ് ഈസ് റെക്കോർഡഡ് വെരി സീരിയസ്ലി. അപ്പോൾ അത് അന്വേഷിക്കണം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള തിരുത്തൽ മാത്രമല്ല, ഈ നടന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ രാഹുൽ അടക്കം സ്വീകരിച്ച നിലപാടിൽ ഒരു തിരുത്തൽ വേണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞ ഈ വിഷയങ്ങൾ ശരിയായി കാണുന്ന പോസിബിൾ സൊല്യൂഷൻ സെൻട്രിക്കായ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാതിരിക്കാനുള്ള ഒരു മനോഭാവമാണ് വേണ്ടത്. അവിടെയാണ് WCC ഏറ്റവും ആദരവും സ്നേഹവും. WCCയുടെ എല്ലാ പ്രതികരണങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സംയമനത്തോടെ, സമവായത്തോടെ, ഒരുമയുടെ സ്വരമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് അവരെ പ്രകോപിപ്പിക്കാനും കൂടുതൽ തീവ്രമായ കടുപ്പമേറിയ നടപടികളിലേക്ക് പോകാൻ അവരെ നഡ്ജ് ചെയ്യുമ്പോഴും പുഷ് ചെയ്യുമ്പോഴും അത് വേണ്ട, സംയമനത്തിന്റെ പാതയിലേക്കാണ് WCCയിലെ പല ആൾക്കാരും സംസാരിക്കും. രാഹുൽ ഈശ്വർ മാത്രമല്ല, നടി രേവതി, നമ്മുടെ നാടുകളുടെ ഏറ്റവും പ്രഗത്ഭയായ കലാകാരിയാണ്. ഭാഗ്യലക്ഷ്മി ചേച്ചി യഥാർത്ഥത്തിൽ ഇതിനുവേണ്ടി പോരാടിയ വ്യക്തിയാണ്. അവരടക്കം പ്രായോഗികമായ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് സൊല്യൂഷൻ സെൻട്രിക് ആയിട്ട് നമുക്ക് പോകണ്ടേ. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന 2-3 പ്രധാനപ്പെട്ട വാചകങ്ങളുണ്ട്. സർക്കാരിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കും, സർക്കാരിന്റെ നിലപാടിന്, സർക്കാരിന്റെ പരിമിതികൾ മനസ്സിലാക്കും. ഇത് വളരെ വളരെ കോംപ്ലക്സ് ആയ ഒരു ഡെലിക്കേറ്റ് ആയ ഇഷ്യൂ ആണ്. ഈ ഇൻഡസ്ട്രിയെ രക്ഷിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയെ തകർക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പൊ അവിടെയാണ് പ്രാക്ടിക്കൽ ആകണം, പോസിറ്റീവ് ആകണം, സൊല്യൂഷൻ ഓറിയന്റഡ് ആകണം. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുകയല്ല, മലയാള സിനിമയ്ക്ക് പുതിയൊരു യുഗപ്പിറവി ഉണ്ടാക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒരു കേസിന്റെ കാര്യം തന്നെ പറയാം. അതായത് 47 വർഷം മുമ്പ് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ജിതേന്ദ്ര എന്ന് പറഞ്ഞ ഹിന്ദി സിനിമാ നടനെതിരെ 2019 ഒരു പെൺകുട്ടി പരാതി നൽകി. അവസാനം ഹൈക്കോടതി പറഞ്ഞത് ഇത് അബ്സർഡും റിഡിക്കുലസുമാണെന്നാണ്. 47 വർഷം മുമ്പ് നടന്നൊരു കാര്യങ്ങൾ ശരിയാണെന്നോ തെറ്റാണെന്നോ എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഭാഗ്യലക്ഷ്മി ചേച്ചി എന്ന അപർണയോട് ഇന്നലെ പറയുന്ന ഒരു സംഭവം ഉണ്ടായി. 35 വർഷം മുമ്പ് എനിക്ക് നടന്ന സംഭവങ്ങളടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസ് എത്രമാത്രം പോസിബിൾ ആണ്? കഴിഞ്ഞ വർഷത്തിൽ തന്നെ 2 പ്രമുഖ ആൾക്കാർക്കെതിരെ, ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർക്കെതിരെ പരാതികൾ വന്നപ്പോൾ അത് കൺസെന്റോടുകൂടി അവർ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിട്ട കാര്യങ്ങൾ പിന്നീട് മറ്റു പല കേസുകളുമായപ്പോൾ അതിനെക്കുറിച്ച് ഹൈക്കോടതി അടക്കം എടുത്ത സമീപനം നമുക്കറിയാം. അപ്പോ ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം, ഒരു സെൻസിറ്റീവായി കൊണ്ടുപോകണം. ആരെയെങ്കിലും കരിവാരത്തേക്കാനോ കേസ് ഉണ്ടാക്കാനോ പേര് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കാനോ അല്ല. നാളെ ഒരു തിരിച്ച് ഡിഫമേഷൻ കേസുമായിട്ട് വരും, ഒരു നാളെ പുഷ് ബാക്ക് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സൊല്യൂഷൻ വേണ്ടേ? ഇന്നലത്തെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ഇന്നലെ യെസ്റ്റർഡേ ഓറിയന്റഡ് ആകരുത്. അതൊരു പേടിപ്പിക്കലല്ലേ രാഹുലെ? അതൊരു പേടിപ്പിക്കലല്ലേ? ഇപ്പൊ ഈ മാധ്യമങ്ങൾ പോലും ചർച്ച നടത്തുമ്പോൾ ഇത്തരം ചില അഭിപ്രായങ്ങൾ വരുമ്പോൾ അതൊരു പേടിപ്പിക്കലല്ലേ? നോക്കൂ, നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ ഡിഫമേഷൻ വരും എന്ന് പറയുന്നിടത്ത് പരാതി കൊടുക്കാമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുമാനിച്ചിട്ടുള്ള ഇരകൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ പുറത്തോട്ട് വരും? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം വരെ ആ തരത്തിലല്ല ഞാൻ വിചാരിച്ചത്. പക്ഷേ പുതിയ ആൾക്കാർ വരുന്നു. രാഹുൽ അടക്കം പേടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആൾക്കാർ പരാതി കൊടുക്കാൻ മുന്നോട്ട് വരിക? ഡിഫമേഷനെ പേടിച്ചിട്ട് മാറി നിൽക്കണം. കോടതി പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഇരയും വേട്ടക്കാരനുമാകുന്നത്? കോടതി പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ? ഇപ്പം വിജയബാബു വേട്ടക്കാരനാണോ അല്ലെങ്കിൽ ഓമർ ലുലു വേട്ടക്കാരനാണോ? വേണ്ട, എനിക്കെതിരെ ഈ റിപ്പോർട്ടിലോ മറ്റു കാര്യങ്ങളോ പരാമർശം ഉണ്ടെന്നിരിക്കട്ടെ, കോടതി പറയുന്നത് വരെ ഞാൻ വേട്ടക്കാരനാകുമോ? കോടതി പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഇരയെന്ന് വിളിക്കാം. അതിജീവിതയുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. മറുഭാഗത്തൊരു പുരുഷനില്ലേ? നാളെ ആർക്കെതിരെയും ഒരു വ്യാജ പരാതി വന്നൂടെ? നാളെ എനിക്കെതിരെ വരാം, ലിബർട്ടി വിഷയ സാറിനെതിരെ വരാം, പ്രജി സാറിനെതിരെ വരാം. അങ്ങനെ ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നാൽ ഞങ്ങളെ അങ്ങ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, ഞങ്ങളെ സാമൂഹികമായിട്ട് ഓസ്ട്രസൈസ് ചെയ്യണം, ഭ്രഷ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എന്റെ നഷ്ടപ്പെട്ട 2 വർഷം ആര് തരും? അപ്പം പ്രായോഗികമായി ഒരു സമവായത്തിന്റെ ഭാഷയിൽ പോകണ്ടേ? ചില കേസുകൾ ഉണ്ടായി കാണും, ആരും തർക്കിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും ഒരു കാര്യം കൂടെ, ഹേമ കമ്മീഷനല്ല കമ്മിറ്റിയാണ്. അതായത് കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ നിയമപരമായി തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കമ്മീഷന് കുറച്ചുകൂടെ വിപുലമായ അധികാരങ്ങളും തെളിവെടുപ്പിനുള്ള സ്പേസും ഉണ്ട്. കമ്മിറ്റിക്ക് അത്രയും ഇല്ല, കൂടുതൽ ഒരു പഠന കമ്മിറ്റി പോലെയാണ്. എന്നിരുന്നാലും വളരെ പ്രസക്തമായും പ്രമുഖമായ കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആകണം. അവിടെയാണ് എനിക്ക് ശ്രീ പിണറായി വിജയൻ അവர்களോട് യാതൊരു അനുഭവമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ശ്രീ പിണറായി വിജയൻ കൈകാര്യം ചെയ്തത് പക്വതയോടെയാണ്, പാകതയോടെയാണ്, അവധാനതയോടുകൂടിയാണ്. ഒരു ഗവൺമെന്റിന് ഇങ്ങനെയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയൂ. ബാക്കി ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക?
ഈ ഹൈക്കോടതിയിൽ വരട്ടെ, ഈ റിപ്പോർട്ടിന്റെ പേരുകൾ ഒന്നുമിരിക്കട്ടെ. ഈ റിപ്പോർട്ടിൽ വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിലോ, വെറും ആരോപണങ്ങൾ മാത്രമുണ്ടെങ്കിലോ, ഈ പുരുഷന്മാർക്ക് നേരിടുന്ന മാനഹാനി സിനിമ ഫീൽഡ് അറിയാം, വളരെ സെൻസിറ്റീവായ ഫീൽഡാണ്. നിങ്ങളെടുത്ത് അലക്കുമ്പോൾ സിനിമയിൽ പുതിയതായിട്ട് നായകനോ സബ്നായകനോ ആയി വരാൻ പോകുന്ന ഒരു വ്യക്തിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്, അയാൾ ഇല്ലാതാവുകയാണ്, അയാളുടെ കുടുംബവും ജീവിതവും. പിന്നീട് അയാൾ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും നിങ്ങൾ വാർത്ത പോലും കൊടുക്കില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അവിടെയാണ് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് ആകുക. ആ കോൺക്ലേവ് ഗംഭീരമായ ആശയമാണ്. കോൺക്ലേവിൽ ആൾക്കാരെ എല്ലാം കൂടി ഇരുത്തുക, നാളെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരം പോസിറ്റീവായ കാര്യങ്ങൾ, ഒരുമയുടെ സ്വരം WCC പോലും പറയുമ്പോൾ അപർണയുടെ വായുന്നത് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. WCCക്ക് യോജിപ്പാണ്, ഭാഗ്യലക്ഷ്മി മാഡത്തിന് യോജിപ്പാണ്, രേവതി മാഡത്തിന് യോജിപ്പാണ്. പക്ഷെ അവർണ അടക്കമുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇതിനെ എതിർക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ആ കോൺക്ലേവ് നടക്കട്ടെ. പോസിറ്റീവായ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളോട് നമ്മൾ ഒരുമിച്ച് നിൽക്കാം. ഇതിൽ നമ്മൾ രാഷ്ട്രീയം കളിച്ചു വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് ആ കോൺക്ലേവ്, ഞാൻ ഇടപെടില്ലായിരുന്നു, പക്ഷെ കോൺക്ലേവ് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുക? ഇത്രയും ഈ ആരോപിക്കപ്പെട്ട ആൾക്കാർ വരുന്നിടത്ത് ഈ വരുമോ? ഏത് ആരോപിക്കപ്പെട്ട ആൾക്കാർ? കേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ തുടങ്ങുന്നത് അതിലൊരു വരിയാണ്, കൃത്യം വരിയാണ്. ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് എ കാവിയറ്റ് ദാറ്റ് ദീസ് എക്സ്പീരിയൻസസ് ആർ നോട്ട് യൂണിവേഴ്സൽ. ഇത് സാർവത്രികമായ ഒരു കാര്യമല്ല. മലയാള സിനിമയിൽ ഒരുപാട് പേർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ്, ആദരിക്കുന്നവരാണ്. കേമ കമ്മിറ്റി എന്ന് പറയുകയാണ്. പക്ഷെ എല്ലാ ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ പറയുന്നുണ്ട്. ആകാശം മുഴുവൻ ദുരൂഹമാണെന്നാണ് പറയുന്നത്. അതും ഒരു ജനറലൈസ്ഡ് കോട്ടാണ്, അതും അതിനകത്തുണ്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. ആകാശം ഒരു വരി മാത്രം ഞാൻ പറഞ്ഞിട്ട്, ഒറ്റ വരി മാത്രം. എനിക്ക് ഈ വിഷയം, ഞാനൊരു വലതുപക്ഷക്കാരനാണ്. പിണറായി ഗവൺമെന്റിനെ അടിക്കാനുള്ള നല്ല വടിയാണ്. ശ്രീ പിണറായിക്ക് മുട്ടുപറയ്ക്കുന്നു, സജി ചെറിയാൻ ശരിയല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് എന്താ പറയുക മുട്ടുപറച്ച് നിൽക്കുന്നു, ശബരിമല വിഷയത്തിൽ അവർ എടുത്തു ചാടി, ഇപ്പൊ അവർ വിറങ്ങലിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഗാലറിക്ക് വേണ്ടി കളിക്കാം. പക്ഷെ സിനിമാ മേഖല നന്നാവണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമാ മേഖലയിൽ സുഹൃത്തുക്കളും സഹോദരങ്ങളും സ്ഥിരം സിനിമാക്കാരുടെ പരിപാടിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നമ്മുടെ സിനിമാ മേഖല നല്ലതാണ്, ഒരു കുടുംബം പോലെയാണ്. 90% നല്ലതാണ്, എന്നാൽ 10% പ്രശ്നം ഇതിലുണ്ട്, ബാക്കി മേഖലയെ കാട്ടിയുമുണ്ട്. അപ്പോ WCCയുടെ നിലപാടെങ്കിലും നിങ്ങൾ മാനിക്കണം. അങ്ങനെയാണ് കരുതുന്നത് 90% നല്ലതും 10% മോശവും, അതാണ് രാഹുൽ കരുതുന്നത്. അതെനിക്കൊന്ന് ക്ലാരിഫൈ. അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തന്നെ വേണ്ടത്. ഒരുപാട് പേര് നല്ലവരില്ല, എല്ലാ ആൾക്കാരും മോശക്കാരാണ്. അങ്ങനെയാണോ ഹേമ കമ്മിറ്റി ഉദ്ദേശിച്ചത് എന്നൊരിക്കലും സംശയം. ഞാൻ തിരികെ എത്താം. രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ്